പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുടെ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അവർക്ക് നാഷണൽ ലെവലിൽ കുറേ എൻട്രൻസ് ഉണ്ട്, ചിലതൊക്കെ സ്റ്റേറ്റ് ലെവലിലുമാണ്. പക്ഷേ ഈ എൻട്രൻസ് മുഖാന്തരം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവിതം തീർച്ചയായിട്ടും മറിക്കാൻ അതിന് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പ്രധാനമായിട്ടും എല്ലാവരും ഏറ്റവും കൂടുതൽ പേര് വളരെ ആഗ്രഹത്തോടെ എഴുതുന്ന കുറേ കോഴ്സുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം JEE മെയിൻ എന്നുള്ള പരീക്ഷയാണ്. പ്രധാനമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണ് ഈ പരീക്ഷയ്ക്ക് യോഗ്യത ഉള്ളത്, പരീക്ഷ എഴുതാൻ യോഗ്യത ഉള്ളത്. നമ്മൾ എൻട്രൻസിൽ ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ പേര് എഴുതുന്ന പരീക്ഷയാണ് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്. അതിൽ മെയിനിൽ തന്നെ 2 സെഷനായിട്ട് ഈ അടുത്ത കാലത്ത് എഴുതാനായിട്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മിക്കവാറും ഫസ്റ്റ് സെഷനിൽ എഴുതാത്തവർക്ക് സെക്കൻഡ് സെഷനിൽ എഴുതാം. 2 സെഷനിൽ കൂടി എഴുതി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന സെഷനിലെ മാർക്കാണ് അവർ പരിഗണിക്കുന്നത്. ഇപ്പം JEE മെയിൻ മാത്രം പാസ്സായാൽ, സ്കോറിൽ വന്നു കഴിഞ്ഞാൽ, പാസ്സാവുകയല്ല, ഏറ്റവും നല്ല സ്കോറിൽ വന്നു കഴിഞ്ഞാൽ അതിന് 57,152 സീറ്റ് ഇന്ത്യയിൽ മുഴുവനുമുണ്ട്. അതിൽ 31 NIT ആണ്, 26 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, ബാക്കി കുറേ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫണ്ടഡ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. ഇപ്പം IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ചിലർക്കൊന്നും അറിയത്തില്ല. കേരളത്തിൽ കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് തന്നെ വർഷങ്ങളായി. NIT കോഴിക്കോടാണ്. അതുപോലെ നാഷണൽ ലെവലിൽ ധാരാളം 31 NIT, 26 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഉണ്ട്. 8500ഓളം സീറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കൂടിയുണ്ട്. നമ്മുടെ കൂട്ടുകാർ അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫണ്ടഡ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പം നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പോണ്ടിച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജും JEE മെയിൻ ബേസിൽ കുട്ടികളെ എഞ്ചിനീയറിങ് അഡ്മിഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഈ 57,152 സീറ്റിൽ എടുത്തു കഴിഞ്ഞാലും അവരുടെ ജീവിതം വളരെ ഒരു നല്ല എഞ്ചിനീയറായിട്ട് പുറത്തിറങ്ങാം. കാരണം ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും മെച്ചപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ് NITയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫണ്ടഡ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഇനി ഈ JEE എഴുതുന്നവരിൽ ഏറ്റവും ആദ്യത്തെ 2,50,000 വിദ്യാർത്ഥികളെ JEE അഡ്വാൻസിലേക്ക് സെലക്ട് ചെയ്യും. അപ്പോൾ JEE അഡ്വാൻസിലേക്ക് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഏകദേശം 23 IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളാണ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, അവിടെ മിക്കവാറും നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴും ചില IITകളിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ചില ഹ്യൂമാനിറ്റീസ് കോഴ്സുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ JEE അഡ്വാൻസ് വഴി ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് അഡ്മിഷൻ കൊടുക്കും. 17,760 സീറ്റുകളാണ് ഈ JEE അഡ്വാൻസ് വഴി പിന്നീട് കുട്ടികൾക്ക് എടുക്കാൻ കഴിയുന്നത്. 23 IITകളായിട്ട് നമുക്ക് പാലക്കാടാണ് കേരളത്തിലെ IIT, പക്ഷേ ഡൽഹി IITയോ അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലെ IITയിലും ഇത് മുഖാന്തരം അഡ്മിഷൻ എടുക്കാൻ കഴിയും. ഈ വളരെ നന്നായിട്ട് പരിശ്രമിക്കുന്ന പ്ലസ് 2 കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത്രയും സീറ്റുള്ളതിൽ തീർച്ചയായിട്ടും ഒരു സീറ്റ് നേടാൻ കഴിയും എന്ന് ഉറപ്പാണ്. ഒരു കാര്യം കൂടി പറയാറുണ്ട്. ഈ JEE മെയിൻ അനുസരിച്ച് JEE മെയിൻ റാങ്കിൽ വരുന്നവർക്ക് നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, ചില റെയർ ബ്രാഞ്ചസിന് ഭയങ്കര ഡിമാൻഡാണ്. ഗ്ലോബലിയും ഇന്ത്യയിലും ഭയങ്കര ഡിമാൻഡാണ്. അത് മെറ്റലർജിക്കൽ എഞ്ചിനീയറിങ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് എന്നും പറയും. അതുപോലെ തന്നെ
മൈനിങ് എഞ്ചിനീയറിങ് സുരത്കൽ പോലുള്ള ചില റൂർക്കി പോലുള്ള ചില പിന്നെ NIT മാത്രമാണ് അതുള്ളത്. അതുപോലെ തന്നെ എഞ്ചിനീയറിങ് ഫിസിക്സ് വേണമെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിങ്ങും ബയോടെക്നോളജിയും കൂടി NIT നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. വളരെ കുറച്ച് NIT മാത്രമാണ് ഈ ബ്രാഞ്ചസ് ഉള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഉപരിപഠനവും അതുപോലെ തന്നെ കരിയറും ഉറപ്പാക്കാവുന്ന റെയർ കോഴ്സുകളാണ് ഇത് ഇപ്പോഴും. ഇനി നമ്മുടെ ബയോളജി ഒരു വിഷയമായിട്ട് +2 പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ചിലർ മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, എന്തായാലും ബയോളജി ബ്രാഞ്ച് എന്ന് പറയുന്ന PCB കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ്. മിക്കവരും പേര് അത് എഴുതുന്നുണ്ട്. പക്ഷേ നമ്മൾ നല്ല ശ്രദ്ധിച്ച് ട്രെയിനിങ്ങോടുകൂടി എഴുതി നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കി ഗസ് വർക്കൊക്കെ ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാവുന്ന ഒരു എൻട്രൻസ് ആണ് നീറ്റ് എൻട്രൻസ്. അപ്പം നീറ്റ് എൻട്രൻസ് വഴിയാണ് ഇന്ത്യയിലെ മുഴുവൻ മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1,09,170 സീറ്റുകളാണ് 2025 ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക്. അതുപോലെ തന്നെ 695 മെഡിക്കൽ കോളേജുകളാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ 6, 7, 5 മെഡിക്കൽ കോളേജ് പിന്നെ പരീക്ഷയും അതുപോലെ തന്നെ സീറ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ പുതിയതായിട്ട് എല്ലാ വർഷവും അനുവദിക്കാറുണ്ട്. എന്തായാലും അതിൽ പിന്നീട് നമുക്ക് മെഡിസിന് 1,00,000 കൂടുതൽ 1,16,000 സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡെൻ്റൽ സയൻസിന് BDS എന്ന് പറയുന്ന ഡെൻറ്റിസ്ട്രി പഠിക്കുന്നതിന് 27,868 സീറ്റുണ്ട്. പിന്നീട് BVSCക്ക് 603 സീറ്റുണ്ട്. അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫോറസ്ട്രി ഓണേഴ്സ്, അഗ്രികൾച്ചർ ഓണേഴ്സാണ്. അതുപോലെ തന്നെ ഫിഷറി സയൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കോഴ്സുകളൂടെയുണ്ട്. ഒന്നും മോശമല്ല. കാരണം ഈ ബയോസയൻസുകാർക്ക് MBBS മാത്രമല്ല, MBBS അല്ലാത്തവർക്ക് പോകാൻ കഴിയുന്ന വേറെ ഒരുപാട് മേഖല. പക്ഷേ എൻട്രൻസിൽ കിട്ടുന്നത് BDS, BVSC, വെറ്റിനറി സയൻസ്. വെറ്റിനറി സയൻസിനെ കുറിച്ച് പറയുമ്പോൾ വെറ്റിനറി സയൻസിന് 603 സീറ്റേ ഉള്ളെങ്കിലും വെറ്റിനറി സയൻസിൽ ഇതിലെല്ലാം തന്നെ അഖിലേന്ത്യാ കോട്ട ഒരു 15% അഖിലേന്ത്യാ കോട്ടയുണ്ട്. എല്ലാ പിന്നെ സ്റ്റേറ്റ് പിന്നെ വെറ്റിനറി കോളേജിലും മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഡെൻ്റൽ കോളേജിലൊക്കെ തന്നെ അഖിലേന്ത്യാ കോട്ടയുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിലെല്ലാം തന്നെ അഖിലേന്ത്യാ കോട്ട. ഗവൺമെൻറ് കോളേജിലാണ് അഖിലേന്ത്യാ കോട്ടകളുള്ളത്. എന്തായാലും ഫോറസ്ട്രിയും ഫിഷറി സയൻസ് എല്ലാം തന്നെ ഗവൺമെൻറ് പിന്നെ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ മാത്രമാണുള്ളത്. നമ്മൾ വെറ്ററി സയൻസും അഗ്രികൾച്ചറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് പുറം രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ പോയി റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉപരിപഠനാർത്ഥം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരുണ്ട്. അവിടെ തന്നെ സ്റ്റേ ബാക്കോടുകൂടി ജോലി ചെയ്യുന്ന ഒരുപാട് പേര് മലയാളികൾ പോലും ഉണ്ട്. അപ്പം ഇത് കൂടി MBBS അല്ലാതെ കുറേ രംഗങ്ങൾ കൂടി ഉണ്ട്. MBBS തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നേടണം. അങ്ങനെ നേടാനായിട്ടുള്ള പരിശ്രമിച്ച് തന്നെ നിങ്ങൾ ആ ടെസ്റ്റ് എഴുതിയെടുക്കുക. നീറ്റ് വഴി ഇത്രമാത്രം സീറ്റുകളുണ്ട്. പക്ഷേ ആരും പേടിക്കേണ്ട. കാരണം ഇതൊരു പക്ഷേ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ താഴോട്ടുള്ള കോഴ്സുകൾ നിങ്ങളെ ഒരു ജീവിതം ഉറപ്പാക്കും എന്നുള്ളതാണ്. നല്ലൊരു ജീവിതം ഉറപ്പാക്കുന്ന പ്രൊഫഷണൽ കോഴ്സാണ് നീറ്റ് വഴി, കേന്ദ്ര സർക്കാരിൻ്റെ നീറ്റ് വഴി കിട്ടുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള മറ്റൊരു എൻട്രൻസ്, ഏത് ബ്രാഞ്ചുകാർക്കും പോകാവുന്ന ഒരു എൻട്രൻസ് ആണ് നമ്മളിനി പറയുന്നത്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഏറ്റവും ആദ്യം ഏകദേശം സെപ്റ്റംബർ അവസാനം ഒക്ടോബറിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് മിക്കവാറും നവംബറിൽ തന്നെ കഴിയും. പക്ഷേ സീറ്റുകൾ 425 സീറ്റ് മാത്രമാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ ഉള്ളത്. വിവിധ ഡിസൈൻ കോഴ്സുകൾക്കാണ് അവിടെ 6-7 ഡിസൈൻ കോഴ്സുകൾക്കാണ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഹമ്മദാബാദിലാണ് പ്രധാനപ്പെട്ട ക്യാമ്പസ്. ഹൈദരാബാദിലുണ്ട്, ഹരിയാനയിലുണ്ട്, ആസാമിലുണ്ട്, അതുപോലെ തന്നെ മധ്യപ്രദേശ് ഭോപ്പാലിലൊക്കെ തന്നെ ഇതിൻ്റെ സെൻറ്ററുണ്ട്. അപ്പോൾ ഇവിടെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു പക്ഷേ ഇനി BDS കോഴ്സിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുതിയ ബ്രാഞ്ചുകളിലെല്ലാം തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ ക്വാളിറ്റിയും അവിടെയുണ്ട്. വരയ്ക്കാനും ഡിസൈൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക്
വിവിധ ഇനം ഡിസൈൻ, എക്സിബിഷൻ ഡിസൈൻ, അതുപോലെ അനിമേഷൻ ഡിസൈൻ, ഫിലിം ഡിസൈൻ, അതുപോലെ തന്നെ പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഡിസൈൻ, ഇങ്ങനെ ഒരുപാട് തരം കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഇങ്ങനെ ഒരുപാട് തരം ഡിസൈൻ കോഴ്സുകളാണ് അവിടെ ഉള്ളത്. നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. തീർച്ചയായിട്ടും NIDയിൽ നിങ്ങൾ നേരത്തെ തന്നെ ശ്രമിക്കുക. കാരണം ഒരു സമയം കഴിഞ്ഞ് പരീക്ഷയുടെ മാർക്ക് വരുന്നതുവരെ, +2ൻ്റെ മാർക്ക് വരുന്നവരെയൊന്നും ഇരിക്കരുത്. നേരത്തെ തന്നെ NID വിളിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ എൻട്രൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 425 സീറ്റിൽ ഒരു പക്ഷേ അത് കിട്ടാത്തവർ കാണും. അങ്ങനെയുള്ളവർക്ക് മികച്ച ഒരു ഡിസൈൻ കോഴ്സ് നമ്മൾ ചില IITകളിൽ, നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിൽ ഉണ്ട്. കുറേ ഈ അടുത്ത കാലത്താണ് അവിടെ ഡിസൈൻ കോഴ്സ് തന്നെ തുടങ്ങിയത്. പിന്നീട് അതിൽ 225 സീറ്റുകളാണുള്ളത്. IIT ഗുവാഹട്ടി, IIT ഹൈദരാബാദ്, IIT ഡൽഹി, IIT റൂർക്കി, IIT മുംബൈ ആൻഡ് IIT ജബൽപൂരിൽ, ഇത്രയും സ്ഥലത്തുള്ള പരിമിതമായ സീറ്റുകളാണ് 225 സീറ്റ്. ഇത് UCEDനും അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതും ഡിസൈൻ ബേസ്ഡ് എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇത് നേരത്തെ തന്നെ വിളിക്കും. ഇതിൻ്റെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റ് എല്ലാം കഴിയും. നേരത്തെ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ അവിടെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ UCEDൽ പ്രധാനമായിട്ട് IITകളിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോഡക്റ്റ് ബേസ്ഡ് ഡിസൈൻ കോഴ്സാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലത്തെ ഫാഷൻ ഡിസൈൻ അങ്ങനെയുള്ളതൊന്നുമല്ല, പ്രോഡക്റ്റ് ഡിസൈനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ കോഴ്സുകൾക്ക്. ആകെ പരിമിതമായ സീറ്റുകളേ ഉള്ളൂ. ഇനി ഈ NIDയിലും അതുപോലെ തന്നെ UCED വഴി IITകളുടെ ഡിസൈൻ കോഴ്സും ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്ക് വേറൊരു ഡിസൈൻ ഏരിയ തന്നെയുണ്ട്. അതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. എല്ലാവർക്കും അറിയാവുന്നതാണ് NIFT എൻട്രൻസ്. NIFT എൻട്രൻസിൻ്റെ സമയം മിക്കവാറും നവംബർ അവസാനം നോട്ടിഫിക്കേഷൻ ചെയ്യും. ഡിസംബർ, ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ലാസ്റ്റ് ഡേറ്റ് കാണും. മിക്കവാറും ഫെബ്രുവരിയിൽ തന്നെ അവർ എൻട്രൻസ് നാഷണൽ വൈഡായിട്ട് നടത്തും. അതുപോലെ തന്നെ 18 സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂരാണ്. അവിടെ ഫാഷൻ ഡിസൈൻ കോഴ്സുണ്ട്, ടെക്സ്റ്റൈൽ ഡിസൈൻ കോഴ്സുണ്ട്, നിറ്റ്വെയർ ഡിസൈൻ കോഴ്സുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. ഇന്ന് പരസ്യങ്ങളിലും അതുപോലെ തന്നെ TV ചാനലിലൊക്കെ വിഷ്വൽ മീഡിയയിലൊക്കെ നല്ല ജോലി കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്ത്യയിലും വിദേശത്തുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. അതുപോലെ തന്നെ അവിടെ വേറൊരു കോഴ്സുള്ളത് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി അപ്പാരൽ പ്രൊഡക്ഷൻ. ഇതൊരു മാത്സ് പഠിക്കുന്നവർക്ക് മാത്രം പോകാവുന്ന ഒരു ബ്രാഞ്ചാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസിനും ഏത് സ്ട്രീമുകാർക്കും, ഹ്യൂമാനിറ്റീസുകാർക്കും, കൊമേഴ്സുകാർക്കും, അതുപോലെ തന്നെ സയൻസുകാർക്കും, അതിൽ തന്നെ മാത്സ്, ബയോളജിക്കാർക്കും എല്ലാം തന്നെ NIFT ഡിസൈൻ കൺസെപ്റ്റും ഡിസൈൻ ഐഡിയയും ഡിസൈൻ ഇൻ്റലിജൻസും ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡും ഉള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല കരിയർ. കാരണം ഇവിടെ 4139 അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്, അതായത് ഗ്രാജുവേഷൻ എന്ന് നമ്മൾ പറയുന്ന സീറ്റുകളുണ്ട്. ഇത് വിവിധ നേരത്തെ പറഞ്ഞ ബ്രാഞ്ചസിലെല്ലാം കൂടി 18 സെൻറ്ററിലും കൂടി 4139 സീറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എടുക്കും. സ്റ്റുഡിയോ ടെസ്റ്റ് കാണും. തീർച്ചയായിട്ടും എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ടെസ്റ്റ് കാണും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്കോർ അനുസരിച്ച് നിങ്ങളുടെ സീറ്റ് അലോട്ട്മെൻറ്റ് കാണും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലും അതുപോലെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന സ്ഥലത്തും അതിൻ്റെ ലഭ്യത അനുസരിച്ച് സീറ്റുകൾ ലഭിക്കും. നിങ്ങൾക്ക് ഡിസൈനിൽ തിളങ്ങാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വരുന്ന ചില കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതേസമയം നന്നായിട്ട് ഈ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അവർ മിടുക്കരാണ്. ക്രാഫ്റ്റ് വർക്കിന് അവർ വളരെ എക്സലൻ്റാണ്. ഡിസൈന് ഉൾപ്പെടെ തന്നെ അവർ ഈ ഒരു സാധനങ്ങൾ പിന്നെ പേപ്പർ പൾപ്പ് വെച്ചും അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസ് വെച്ചൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ മോഡൽസ് ഉണ്ടാക്കും. അതൊക്കെ വലിയൊരു കഴിവാണ്. അത് ക്രാഫ്റ്റ് വർക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാഷണൽ ലെവലിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഡിസൈൻ തന്നെയാണത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ. ഇത് ജയ്പൂരിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. രാജസ്ഥാനിലാണ്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ബട്ട് അത് ഓട്ടോണമസ് ആണ്. അതുകൊണ്ട് ചെറിയ ഫീസ് ഉണ്ടാകും. അവിടെ BVOC കോഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ. BVOC കോഴ്സുകളാണ്.
അവിടെ മിക്കവാറും ഏകദേശം അത് ഡിസംബറിൽ തന്നെയാണ് അതിന് വിളിക്കുന്നത്. ജനുവരിയിൽ തന്നെ, ജനുവരിയോടുകൂടി ഫെബ്രുവരിയിൽ അതിൻ്റെ ടെസ്റ്റ് നടക്കും. മിക്കവാറും എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റുഡിയോ ടെസ്റ്റ് ഉണ്ടാവും. അത് പിന്നീട് അതനുസരിച്ച് അവർ പേഴ്സണൽ ഇൻ്റർവ്യൂ ആൻഡ് സ്റ്റുഡിയോ ടെസ്റ്റ് അതനുസരിച്ചാണ് അവിടെ അഡ്മിഷൻ നടക്കുന്നത്. ഇത് അത്ര നിസ്സാരമല്ല. ഇതിലെല്ലാവർക്കും ജോലി കിട്ടും. കാരണം പലതും എക്സ്പോർട്ട് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് അവരെ പ്രൊഫഷണലായിട്ട് പരിശീലിപ്പിക്കുന്നതാണ്. 4 വർഷത്തെ BVOC കോഴ്സുകളാണ് ഇത്. കോഴ്സുകൾ വളരെ രസമുള്ള കോഴ്സുകളാണ്. ഒന്ന് സോഫ്റ്റ് മെറ്റീരിയൽ ഡിസൈൻ, അതുപോലെ തന്നെ ഫയർഡ് മെറ്റീരിയൽ ഡിസൈൻ, അതുപോലെ തന്നെ ഹാർഡ് മെറ്റീരിയൽ ഡിസൈൻ, അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫാഷൻ ക്ലോത്തിങ് ഡിസൈൻ, ജ്വല്ലറി ഡിസൈൻ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ നമ്മൾ സാധാരണ അറിയാവുന്ന ഇൻറ്റീരിയർ ഡിസൈനാണ്. ചിലപ്പം അവിടുത്തെ സിലബസിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കാണുമായിരിക്കും. എന്തായാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മലയാളികൾ വളരെ കുറവായി ആണ് അവിടെ പോകുന്നതെന്നാണ് എൻ്റെ അറിവ്. മിക്കവാറും പല ഇയറിലും മലയാളികൾ തീരെ കാണാറില്ല എന്നുമാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ മറ്റൊരു കോഴ്സാണ്. താല്പര്യമുള്ളവർ മാത്രം പോയാലേ അതിൽ വിജയിക്കുള്ളൂ. അത്രയും പാഷനുള്ളവർ ഓർമ്മിച്ച് വയ്ക്കാനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ. അപ്പോൾ അതും കൂടെ ഓർമ്മിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട്, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. നമ്മളെല്ലാം തന്നെ കീം എന്ന് പറയുന്ന KEAM എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതിൽ ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട്. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലെ മുഴുവൻ അഡ്മിഷൻ നടക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ്. അപ്പം കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ മെഡിക്കൽ പിന്നീട് നീറ്റായി. കീം അതുപോലെ എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രം, എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറിന് കിട്ടാനായിട്ട് നമ്മൾ നാറ്റ കൂടി സ്കോറിൽ വരണം. നാറ്റ സ്കോർ അനുസരിച്ചാണ് ആർക്കിടെക്ചറിന് അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷേ കീമിന് അപ്ലൈ ചെയ്യണമെന്നൊരു നിബന്ധനയുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് ഈ കീം അനുസരിച്ച് 157 എഞ്ചിനീയറിംഗ് കോളേജിൽ 56,407 സീറ്റിലെ പ്രവേശനമാണ് ഇപ്രാവശ്യവും. ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ ആൻഡ് റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് ഡേറ്റാ സയൻസ്, അങ്ങനെ കുറേ ന്യൂജൻ കോഴ്സുകൾ കുറച്ച് പേര് അല്പം മാറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. നല്ലതാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ച് കോഴ്സുകൾ പരിഷ്കരിച്ചിട്ടുണ്ട് നമ്മളെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സർക്കാർ. അപ്പോൾ ഇത് പിന്നെ ജനറൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള സ്ട്രീമിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. പ്രധാനമായിട്ട് 700 സീറ്റുകളുള്ള CET, കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് കോളേജ് CETയിലെ തന്നെ ആദ്യം സീറ്റ് ഫില്ലാവുന്നത് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അല്പം ഡള്ളായെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കയറി വരുന്നുണ്ട്, EEE കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ ബ്രാഞ്ചുകളും പ്രധാനപ്പെട്ട ക്യാമ്പസിലെല്ലാം തന്നെ ഗവൺമെൻറ് കോളേജുകളിലെ എല്ലാ ബ്രാഞ്ചുകളും ഫുള്ളായി. ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം അറിയാനുള്ളത്, നിങ്ങൾ കീം അനുസരിച്ച് ഏത് ബ്രാഞ്ച് എടുക്കുമ്പോഴും ബ്രാഞ്ച് മാത്രമല്ല കോളേജിൻ്റെ പിന്നെ നിലവാരം കൂടി നോക്കണം. കാരണം ഒരുപാട് സ്ഥലത്ത് പല കോളേജിലും സീറ്റുകൾ പ്രധാനപ്പെട്ട ആൾക്കാർ പിന്നെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ബ്രാഞ്ചസ് പോലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വാർത്ത കൂടി നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടു. അതുകൊണ്ട് കോഴ്സ് എടുക്കുന്ന കോളേജിൻ്റെ നിലവാരം വളരെ പ്രധാനപ്പെട്ടാണ്. അവിടുത്തെ വിജയ ശതമാനം ഒരു 50% കൂടുതൽ വിജയ ശതമാനം ഉള്ള കോളേജിലൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഉള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും ഇതിൽ അനുസരിച്ച് മറ്റതൊന്നും ബിഫാമിന് ഈ പിന്നെ നമ്മളെ കീം അനുസരിച്ചാണ് ബിഫാം അഡ്മിഷൻ. ഫാർമസിയും ഇതിൽ വരുന്നതാണ്, കീം എൻട്രൻസിന് വരുന്നതാണ്. തീർച്ചയായിട്ടും കീം അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് തിളങ്ങി കഴിഞ്ഞാൽ, കീമിൽ തിളങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ റാങ്കിൽ, ഞാനത് എണ്ണം പറയുന്നില്ല കാരണം പലപ്പോഴും അതിൻ്റെ സ്കോറിൽ കട്ട് ഓഫ് മാർക്ക് സ്കോറൊക്കെ ചില വ്യത്യാസങ്ങൾ ഓരോ വർഷം വരും. എങ്കിലും ആദ്യത്തെ ഒരു 7,000 10,000 റാങ്കിൽ വരുന്നവരെല്ലാം തന്നെ നല്ല കോളേജസിൽ അഡ്മിഷൻ ഉറപ്പായിട്ട് കിട്ടും. ഏത് ബ്രാഞ്ചും നല്ലത് തന്നെയാണ്. പക്ഷേ ജോബ് മാർക്കറ്റിൽ എത്രത്തോളം അതിനുള്ള ജോബ് സ്ട്രെങ്ത് കൂടി നോക്കിയിട്ട് വേണം എൻജിനീയറിങ് ബ്രാഞ്ചസ് എടുക്കേണ്ടത്. കാരണം ഒരുപാട് പേര് പാസ്സാവുകയും പലർക്കും ജോബ് അതിൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ബ്രാഞ്ച് നിങ്ങൾ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് എടുക്കാവൂ. അതിനുവേണ്ടി ആരെങ്കിലും സമീപിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൻ്റെ ഗൈഡൻസ് ഉറപ്പായിട്ട് കിട്ടും. അപ്പം കീം ഒരു പ്രധാനപ്പെട്ട എൻട്രൻസാണ്.
ഇനി മറ്റൊന്നുള്ളത് നിയമ എൻട്രൻസ് ആണ്. നിയമ പഠനത്തിൻ്റെ എൻട്രൻസ് അത് ക്ലാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കോമൺ ലാ അഡ്മിഷൻ ടെസ്റ്റ്. ഇത് നാഷണൽ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഓഫ്ലൈൻ ടെസ്റ്റാണ്. അത് പ്രത്യേകം പറയണം. പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണ്. ഇതിന് അങ്ങനെയാണ് ഇതുവരെയായിട്ടും നടന്നിട്ടുള്ളത്. ഇനിയും ഇപ്പോഴും നടക്കുന്ന ഇനി നടക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയും. ഇത് 139 സെൻട്രലായിട്ടാണ് ക്ലാറ്റ് പരീക്ഷ, നിയമ എൻട്രൻസ് പരീക്ഷ. 24 ലാ യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ കേരളത്തിൽ നുവാൽസ് കൊച്ചിയിൽ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം കുറേ വർഷങ്ങളായി. അതുപോലെ തന്നെ നൽസാർ ഹൈദരാബാദ്, ബാംഗ്ലൂർ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട മിക്കവാറുള്ള എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ 24 എല്ലാ സ്റ്റേറ്റിലും ഇല്ലാത്ത 24 നാഷണൽ ലാ യൂണിവേഴ്സിറ്റിയിലായിട്ട് 3711 സീറ്റാണുള്ളത്. 3711 5 ഇയർ LLB എക്സാമിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻ്റഗ്രേറ്റഡ് LLB ആണ് സാധാരണ ഇപ്പോഴുള്ളത്. നമ്മളെ കേരള സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പം ക്ലാറ്റ് നേരത്തെ തന്നെ തയ്യാറാവണം. മിക്കവാറും ഒക്ടോബർ നവംബറിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കഴിയും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം വരെ ഇരിക്കരുത്. അപ്പം ഒരു പക്ഷേ ക്ലാറ്റിന് അപേക്ഷിക്കാൻ കഴിയാത്തവരും ക്ലാറ്റ് എഴുതിയിട്ട് കിട്ടാത്തവരും ഒരു കാര്യം കൂടെ ചെയ്യണം. സ്റ്റേറ്റ് ലെവലിൽ നമ്മളെ നിയമ കോളേജുണ്ട്, ലോ കോളേജുകളുണ്ട്. കേരളത്തിലെ ലോ കോളേജിൽ ഉള്ള എൻട്രൻസ് പരീക്ഷ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇത് 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് ഇംഗ്ലീഷ്, GK, അതുപോലെ തന്നെ ലീഗൽ മാറ്റേഴ്സ്, അതുപോലെ തന്നെ റീസണിങ്, അല്പ അരിത്മെറ്റിക്സ്, ഇതെല്ലാം കൂടെ ചേർന്നുള്ള 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ 2472 സീറ്റാണ് കേരളത്തിലെ വിവിധ ലോ കോളേജിലും കൂടെ ഉള്ളത്. അപ്പോൾ ഇത് 5 ഇയർ LLB ആണ്. 5 ഇയർ LLB എന്ന് പറയുമ്പോൾ പല പ്രൈവറ്റ് കോളേജിലും 5 ഇയർ BA LLB ഉണ്ട്, BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്. ഇപ്പോൾ ക്വിസാറ്റ് തുടങ്ങിയിട്ടുള്ള BSc LLB പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. BSc LLBയും ക്വിസാറ്റ് തുടങ്ങി. അപ്പം ക്ലീ വഴിയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ ലോ കോളേജിലും അഡ്മിഷൻ. അപ്പം ക്ലാറ്റ് എഴുതാത്തവർക്ക് ക്ലീ എഴുതിയും അതിൻ്റെ വഴിയിൽ നമുക്ക് കയറാം. നേരത്തെ പറഞ്ഞ പോലെ ക്ലാറ്റിൽ ഈ നാഷണൽ ലാ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നവർക്കെല്ലാം തന്നെ ഒരുപാട് പേരും ചില വലിയ കോർപ്പറേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ അവരുടെ ആസ്ഥാനത്ത് ലീഗൽ അഡ്വൈസറായിട്ടും ഒക്കെ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യില്ല. പക്ഷേ ആർക്ക് വേണമെങ്കിലും നമുക്ക് കീഴ്ക്കോടതികളിലോ ഹൈക്കോടതിയിലോ അതുപോലെ തന്നെ സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഈ LLB മതിയാവും. പിന്നീട് അവർക്ക് വേണമെങ്കിൽ ഉപരിപഠനം നടത്താം, റിസർച്ച് വരെ ചെയ്യാം. നിയമത്തിൽ റിസർച്ച് വരെ ചെയ്യാം. എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ബ്രാഞ്ചുകാർക്കും നേരത്തെ പറഞ്ഞ പോലെ ലാ എൻട്രൻസ് പോലെ ഡിസൈൻ എൻട്രൻസ് പോലെ ഏത് ബ്രാഞ്ചുകാർക്കും ഈ എൻട്രൻസ് എഴുതാം. ആ എൻട്രൻസ് എഴുതിയാൽ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 30-40% പേർക്ക് 30% പേർക്ക് അതിൽ കയറിക്കൂടുകയും ചെയ്യാം. സാധാരണ ഒരുപാട് 20 ലക്ഷം പേരൊക്കെയാണ് നീറ്റ് എഴുതുന്നത്. നമുക്ക് 1,10,000 സീറ്റിന് വേണ്ടി 20 ലക്ഷം പേരാണ് എഴുതുന്നത്. ഇനി പറയാൻ പോകുന്ന എൻട്രൻസ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ, ബട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നാണ് അതിനെ പറയുന്നത്. അത് BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നേരത്തെ നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. BSc ആണ്. ഈ BSc ആണെന്നും പറഞ്ഞുകൊണ്ട് ആരും പേടിക്കേണ്ട. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും ആർക്കും, നിങ്ങൾ +2കാർക്ക് ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കാർക്കും തീർച്ചയായിട്ടും കിട്ടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു എൻട്രൻസ് ആണ് JEE ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ ചിലർ അറക്കിയൊന്നും വേണ്ട. കാരണം ലോകത്ത് 16 ലക്ഷം ലക്ഷറി ഹോട്ടൽസ് ഉണ്ട്, 500ഓളം ക്രൂസർ ഷിപ്സ് ഉണ്ട്. ഒരു ക്രൂസർ ഷിപ്പിൽ എത്ര ഹോട്ടൽ മാനേജ്മെൻറ്റുകാർക്ക് നിയമനം കിട്ടുമെന്നറിയാമോ? ഈവൻറ്റ് മാനേജറായിട്ട്, അതുപോലെ തന്നെ ഫ്ലോർ മാനേജറായിട്ട്, പിന്നീട് കിച്ചൺ മാനേജറായിട്ട്, ഷെഫ് മാനേജറായിട്ട്. ഷെഫ് വേറെ ഉണ്ട്, പക്ഷേ അതിൻ്റെ മാനേജറായിട്ടാണ് കിട്ടുന്നത്. ഹോട്ടൽസിൽ, അതുപോലെ തന്നെ റിസോർട്ടുകളിൽ,
ഈ വിമാന കമ്പനികളിൽ ഇവിടെയെല്ലാം കാറ്ററിംഗ് മാനേജേഴ്സായിട്ട് റിസോർട്ടിലും വലിയ വൻകിട ഹോട്ടൽസിലും സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ചെക്ക് ഇൻ മാനേജർ, അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജർ, ഫ്ലോർ മാനേജർ, ട്രാവൽ മാനേജർ, ഈവൻറ്റ് മാനേജർ, അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ. ഒരു 40 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ഹയാത്ത് ഗ്രൂപ്പിലെ പോലെ, ഒബറോയ് ഗ്രൂപ്പിലെ പോലെ, താജ് ഗ്രൂപ്പിലെ പോലെ ഒരു വലിയ പിന്നെ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ മാരിയറ്റ് ഹോട്ടൽ പോലെ ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 40-45 വയസ്സാകുമ്പോൾ ജനറൽ മാനേജർ GM ആകാം. അതുപോലെ ഒരു MBA കാർക്ക് പോലും ചിലപ്പോൾ അത്ര പെട്ടെന്ന് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്, BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷണൽ കോഴ്സ് ഇൻ ഇന്ത്യ എന്ന് സധൈര്യം പറയാം. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾ അവർ സ്വയം ആവേശഭരിതരായി അങ്ങോട്ട് എടുക്കണം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഒരു ആവറേജ് കുട്ടിയെ ഇത് രക്ഷപ്പെടുത്തും. കാരണം ഒരു ആവറേജ് കുട്ടിക്ക് വലിയ ഒരു എൻട്രൻസ് ഭയങ്കരമായിട്ട് കോച്ചിങ് ഒന്നും ഇല്ലാതെ തീർച്ചയായിട്ടും ഈ എൻട്രൻസ് എത്തിപ്പെടാൻ കഴിയും. ഒരു ഗൈഡ് വാങ്ങി പഠിച്ചത് ധാരാളം ഈസിലി അവൈലബിൾ, നമുക്ക് ധാരാളം ഈ ഗൈഡുകളുണ്ട്. ഒരു ഗൈഡ് പഠിച്ചാൽ മതി. ഇതിൽ സാധാരണ ജനറൽ ഇംഗ്ലീഷ്, അല്പം GK, ഇത്തിരി ഹോസ്പിറ്റാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ പിന്നെ സിമ്പിൾ അരിത്മെറ്റിക്സ്, 10ാം ക്ലാസ് വരെയുള്ള അരിത്മെറ്റിക്, ഇത് ഒരു റീസണിങ്, അത്രയൊക്കെ ഉള്ളൂ. വളരെ എളുപ്പം കിട്ടും. മാത്രമല്ല ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ 76 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേരളത്തിൽ. ഇതിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 21 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതിൽ ഒന്ന് കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ തന്നെ 230 സീറ്റുകളുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതിൽ ബോയ്സും ഗേൾസിനും ഒക്കെ തന്നെ പിന്നെ അഡ്മിഷൻ കിട്ടും. പ്രത്യേകം പറയുകയാണ്, നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രൂം ചെയ്യും. കുറേ നാൾ വരെ ഫ്രഞ്ചോ അതുപോലെ തന്നെ ജർമ്മനോ ഒക്കെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം അത് വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പഠിപ്പിക്കാം. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പിള്ളേർക്ക് അല്ലാതെ തന്നെ പഠിക്കാം. തീർച്ചയായിട്ടും ഒരു ഗ്ലോബലി പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുപോലെ 27 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്. പിന്നെ 2 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എല്ലാം കൂടെ 76 ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് 12,707 സീറ്റാണുള്ളത്. ഇതിന് കഴിഞ്ഞ വർഷം എഴുതിയത് 30,000 പേരാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ, 30,000 പേര് എഴുതുന്നതിൽ 12,707 സീറ്റിൽ 30,000 പേരെ എൻട്രൻസ് എഴുതുന്നുള്ളൂ. അപ്പം ഒരുപാട് കിട്ടാനുള്ള സാധ്യത വളരെയധികമാണ്. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ പറഞ്ഞാൽ ഇത്തിരി ന്യൂമറിക്കൽ നോളജും GK ഇംഗ്ലീഷൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ആവറേജ് കുട്ടിയെ എക്സ്ട്രാ ആവറേജ് ആയിട്ട് ഒരു കരിയറിലെത്തിക്കുകയും ജീവിതത്തിൽ തിളങ്ങാൻ കഴിയുകയും ചെയ്യുന്ന, അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന കോഴ്സുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ഉള്ള എൻട്രൻസുകളാണ് പറഞ്ഞത്. ഇത് ഏത് ബ്രാഞ്ചുകാർക്കും പോകാൻ കഴിയുന്ന വിവിധ എൻട്രൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവസാനം പറഞ്ഞ എൻട്രൻസ് നിയമ എൻട്രൻസ് പോലെ തന്നെ ആർക്കും, ഏത് വിദ്യാർത്ഥിക്കും പോകാം. അതുപോലെ മെഡിക്കലായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഏതെങ്കിലും ഒരു എൻട്രൻസിൽ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു.